all, welcome to my channel. So നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നമ്മളൊരു വ്ളോഗായിട്ട് വരുന്നത്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ കൊച്ചിയിലേക്ക് പോവാണ്. കൊച്ചിയിൽ ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളത്ത് ഈ വരുന്ന മെയ് 30th ഒരു പേപ്പർ പ്രസന്റേഷൻ നടക്കുന്നുണ്ട്. ആക്ച്വലി അവിടെ ഒരു നാഷണൽ കോൺഫറൻസ് ആണ് നടക്കുന്നത്, ചേഞ്ച് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടി അവിടെ പേപ്പർ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പേപ്പർ പ്രസന്റേഷനെ കുറച്ച് ബിഹൈൻഡ് ദി സീൻസ് പ്ലസ് നാളെ നടക്കുന്ന കോൺഫറൻസിൻ്റെ നല്ല കുറച്ച് വ്ളോഗ്സ് ആൻഡ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും. So yeah, I'm so excited. Yeah, so welcome to my channel. മുന്നേ എന്താണ് പേപ്പർ പ്രസന്റേഷൻ എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. പേപ്പർ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ലൈക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയ, നമ്മുടെ ഓതർഷിപ്പിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു റിസർച്ച് പേപ്പറിനെ നമ്മൾ ഒരു പ്രസന്റേഷനായിട്ട് ഒരു കോൺഫറൻസിൽ അവതരിപ്പിക്കുന്നതിനെയാണ് ഈ പേപ്പർ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ടൈപ്പ് പേപ്പറാണ് നമ്മൾ ഉണ്ടാക്കണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കോൺഫറൻസിന് ഒരു തീം ഉണ്ടാവും. ആ തീം അവർ തന്നിട്ടുണ്ടാവും. ഇപ്പോൾ എറണാകുളം ലോ കോളേജ് നടക്കുന്ന ആ കോൺഫറൻസ് വാസ് ലൈക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ചേഞ്ചിങ് ഇന്ത്യ എന്നായിരുന്നു. അപ്പോൾ അതിൽ അവർ 2 തീം നമുക്ക് പ്രൊവൈഡ് ചെയ്തു. 2 തീമിൽ 3 സബ് തീം വെച്ചിട്ട് 6 തീംസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. ഞങ്ങൾ അതിൽ ചൂസ് ചെയ്തത് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റ് ജസ്റ്റിസ് എന്ന് പറയുന്ന തീമാണ്. അപ്പോൾ ആ തീമിൽ ബേസ് ചെയ്ത് ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടി ഇപ്പോൾ കോ ഓതേഴ്സ് എന്ന് പറയാം. ഒരാൾ മാത്രമാണ് ആ പേപ്പർ ചെയ്യുന്നതെങ്കിൽ ഓതർ എന്നും 3 പേര് 2-3 പേരാണെങ്കിൽ കോ ഓതർഷിപ്പ് എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ 3 കൂടി സെലക്ട് ചെയ്ത ടോപ്പിക് വാസ് ആക്ട് ഓഫ് ഗോഡ് നോട്ട് ദ ഡംപിങ് എക്സ്ക്യൂസ് ആണ്. ബേസിക്കായിട്ട് ജസ്റ്റ് പറയുവാണെങ്കിൽ ഇറ്റ് ഇസ് ലൈക്ക് നമ്മുടെ ചുറ്റും നടക്കുന്നത് ഇപ്പോൾ വലിയ ചൂട്, ഭയങ്കരമായിട്ട് ചൂട്, എനിക്ക് നമ്മൾ അനുഭവിക്കുന്ന വലിയ മഴ, ഈ ഒരു വെതർ കണ്ടീഷൻസ്, ക്ലൈമാറ്റിക് ചേഞ്ച് ഒന്നും ദൈവത്തിന്റെ കളികളല്ല. നമ്മളെപ്പോഴും പറയുന്നത് ദൈവത്തിലേക്ക് ഇടുമോ, വിധിയുടെ വിളയാട്ടമാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാം ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു അങ്ങനെയൊക്കെ പറയും. പക്ഷെ ശരിക്കും അത് നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്, നമ്മുടെ ആക്ട് ആണ്. അതിന് നമ്മൾ ദൈവത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എക്സ്ക്യൂസ് ചെയ്ത് ഡംപ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ എങ്ങനെ മനസ്സിലാക്കാം, എന്തൊക്കെ സ്റ്റെപ്സ് അതിന് വേണ്ടി എടുക്കാം, ഗവൺമെന്റ് എന്തൊക്കെ ഇനീഷ്യേറ്റീവ്സ് എടുക്കണം, നമ്മൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ പറയുന്ന ഒരു ജസ്റ്റ് ഒരു പേപ്പർ ആയിരുന്നു ഞങ്ങൾ ഉണ്ടാക്കി വെച്ചത്. അപ്പൊ അതിനെയാണ് ഞങ്ങൾ പ്രസന്റ് ചെയ്യാൻ പോയത്. അപ്പൊ ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആദ്യം നമ്മൾ ആബ്സ്ട്രാക്ട് ഉണ്ടാക്കി കൊടുക്കണം. അതായത് ഈ നമ്മൾ മൊത്തം ചെയ്യുന്ന പേപ്പർ, ഈ പേപ്പർ എന്ന് പറയുന്നത് ഈ ഓർഗനൈസേഴ്സ് നമുക്ക് കുറച്ച് ഗൈഡ് ലൈൻസ് തരും. ഇത്ര വേർഡ് ലിമിറ്റ് ഉണ്ടാവും, ഇന്ന സൈറ്റേഷൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് വേറെ ആർട്ടിക്കിൾസ് ഒക്കെ റെഫർ ചെയ്യാം, പക്ഷെ മൊത്തം കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ന സമാനം പ്ലേജറിസം, AI ഡിറ്റക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഓതർഷിപ്പാണിത്. നമ്മളൊരു ബുക്കും കാര്യങ്ങളൊക്കെ എഴുതുന്ന പോലെ നമുക്ക് തന്നെ അതിന്റെ IPR കിട്ടും. അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ പേപ്പർ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആബ്സ്ട്രാക്ട് വെക്കണം. അതായത് ഈ പേപ്പറിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ബ്രീഫായിട്ട് വെക്കണം. അത് സെലക്ട് ആയാൽ മാത്രമേ നമുക്ക് ഹോൾ പേപ്പർ ചെയ്യാൻ പറ്റുള്ളൂ. അതും സെലക്ട് ആയി കഴിഞ്ഞാലാണ് ഇവർ കോൺഫറൻസിൽ നമ്മളെ പ്രസന്റ് ചെയ്യാൻ വിളിക്കുള്ളൂ. ഒരു വലിയ പ്രൊസീജിയറാണ്. കുറെ ഉറക്കം വിളിച്ച രാത്രികളൊക്കെ ഉണ്ടാവും ഇതിന്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രൊസീജിയറാണ്. അപ്പൊ ഈ പേപ്പർ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച പേപ്പറിന് നല്ല ബ്യൂട്ടിഫുൾ ആയ സ്ലൈഡ്സും അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളൊരു കോൺഫറൻസിൽ പ്രസന്റ് ചെയ്യാണ്, നമ്മുടെ ഐഡിയ പ്രസന്റ് ചെയ്യാണ്. അതാണ് പേപ്പർ പ്രസന്റേഷൻ. പേപ്പർ പ്രസന്റേഷൻ എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് ജസ്റ്റ് ഇതൊരു ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ലോ സ്റ്റുഡൻസിന് മാത്രമല്ല പേപ്പർ പ്രസന്റേഷൻ ചെയ്യാൻ പറ്റുന്ന, എല്ലാ കുട്ടികൾക്കും ചെയ്യാം. പേപ്പർ പ്രസന്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ CV ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ റിസർച്ച് സ്കിൽസ് ഒക്കെ കിട്ടാനൊക്കെ സാധിക്കും. ആക്ച്വലി ഞാനിപ്പോൾ എറണാകുളത്ത് എത്തി. ഷീ ലോഡ്ജ് എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. സോ എൻ്റെ ഫ്രണ്ട്സ് വരാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഞാൻ തല മൊട്ടടിച്ചേക്കുന്നത് അവർ കണ്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. സോ അതാണ് ഞാൻ ഇങ്ങനെ വെച്ചേക്കണേ. വെയിറ്റിംഗ് ഫോർ ദെയിം. ഇവിടെ മുടിഞ്ഞ മഴയാണ് ബ്രോ. കൊച്ചി ഫ്ലഡഡ്, എറണാകുളം കുളം ഡീം. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിന് ശേഷം എൻ്റെ കൂട്ടത്തിൽ 2 പേരെത്തി എന്നെ കാണാൻ. അപ്പോൾ വന്നപ്പോൾ തന്നെ ഫുൾ അലമ്പായിരുന്നു അവർ. ഞങ്ങൾ കിടക്കുന്ന റൂമിൽ എനിക്ക് ബെഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ വാർഡൻ പറഞ്ഞു ബെഡ് പൊക്കിക്കൊണ്ട് പോകണമെന്ന്. ആ ആത്മാർത്ഥതയാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ആക്ച്വലി കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ ഭയങ്കര മഴ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൂടെ 2 ഫ്രണ്ട്സ് ആണ് പേപ്പർ ചെയ്യുന്നത്. എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. എല്ലാരും വേദനയ്ക്ക് ശരിക്കും ഇവരുടെ കൂടെയാണ് ഞാൻ ആക്ച്വലി പേപ്പർ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ 3 പേരാണ് പേപ്പർ ചെയ്യുന്നത്. ഇത് സൽമ, പേപ്പർ ചെയ്യാത്ത കുട്ടി. സൽമാനാണെങ്കിൽ മറ്റേ പാട്ട് ഓർമ്മ വരും. പണികൾ തുടങ്ങും. നമ്മളിപ്പോൾ ആക്ച്വലി ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് മെനു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാണണം എന്ത് വേണം സൽമാജി? കണ്ടോ, ഒരു പൊറോട്ട സിംഗിളാണെന്ന്. വേറെ ഇപ്പം എന്താ പറയാ, കുഞ്ഞോ? യെസ് കണ്ടോ, കുഞ്ഞു. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാതിരുന്നപ്പോൾ ഒരു സെലിബ്രിറ്റീനെ കണ്ടു. സെലിബ്രിറ്റീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എൻ്റെ ബ്ലോഗിലേക്ക്. പറ.
ആക്ച്വലി ബിഹൈൻഡ് വുഡ്സിന് ഒരു വളരെ വലിയൊരു 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 ഇന്റർവ്യൂ പറയണം. എന്റെ പേരെന്ന് പറഞ്ഞേ ഗൂഗിൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ നെഞ്ചു തടിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചവരെ മുൾമുനയിൽ നിർത്താൻ കഴിവുള്ള കഞ്ഞി വാങ്ങിക്കൊടുത്തു. അതിന്റെ ഇതാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വളരെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യത്തെ വ്ളോഗിന് തന്നെ വലിയൊരു സെലിബ്രിറ്റിനെ കാണാൻ. ഭയങ്കര വലിയ യൂട്യൂബറാന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇന്ന് വല്ല നടക്കോ? ഇവിടെ കസേര ഉണ്ടായിട്ട് കസേരയിൽ ഇരിക്കാണ്ട് ഇവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോ ഈ മഴയത്ത് ഒരാള് കണ്ട ഏതൊരു പൊടി പ്രസന്റേഷൻ ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെ ഉണ്ടാക്കണം? തിരിക്കവനെ നിങ്ങൾ കേൾക്കുന്നത് ബാങ്ക് വിളിയാണ്. ആദ്യത്തെ വിളിയുടെ പേരെന്ന് സുബൈ. അതാണ് കേൾക്കുന്നത്. ഇപ്പൊ സമയം 4:45. നാളെ എത്ര ഇന്ന് എപ്പോഴാണ് പ്രസന്റേഷൻ? എനിക്ക് ഓർമ്മ പോലും വരും എപ്പോഴാണ്. ഒരു തേങ്ങയായിട്ടില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആക്കും. കിടന്നുറങ്ങാൻ പറ്റുമായിരിക്കും അല്ലേ? ഒരാൾ പോയി. അവള് എത്ര നേരം വർക്ക് ചെയ്തിട്ട് പിന്നെ അവള് നൈസായിട്ട് പോയി. ഇനിയിപ്പോൾ എന്നോ എന്നത്തേക്കോ കാത്തിരിക്കുന്നു. ബാങ്ക് വിളി കേട്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള ബാങ്ക് ഇപ്പോൾ 7 മണിക്കാണോ? ഇനി മുന്നേ ഉറങ്ങാൻ പറ്റുമായിരിക്കും. പ്രസന്റേഷൻ കാണാം. ഓ മൈ ഗോഡ്, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഞങ്ങളുടെ ഉറക്കമില്ലാത്ത ആ സാധനം കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളുടെ ഒരു സപ്പോർട്ടർ ബാക്കി പ്രസന്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഞങ്ങളിപ്പോ എത്ര മണിയായി? ഇനി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മള് എറണാകുളം ലോ കോളേജിൽ പോകുന്നു, പ്രസന്റ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അതെ, നമുക്ക് കണ്ടറിയാം. കറുപ്പും വെള്ളയൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ബിക്കോസ് ലോ സ്റ്റുഡൻസ് അങ്ങനെയൊന്നുമില്ല. എന്താണെങ്കിലും ഇടാം. അപ്പൊ നമ്മൾക്ക് വേറെ ഒന്നും ഇല്ലാത്തോണ്ട് നിങ്ങൾ ഇതിട്ടിട്ട് പോണു. എക്സൈറ്റഡ് ആണോ മേഘ? സോ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. നല്ല ടെൻഷൻ ഉണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞ ഞങ്ങൾ 1 മണിക്ക് അവിടെ എത്താൻ പറഞ്ഞതാണ്. ഇപ്പൊ 2:35. പൊളിക്കും. എന്താണ് എനിക്ക് പറയാനുള്ളത്? ഫുൾ പ്രിപ്പയർഡ്. പൊളിക്കും. നിനക്ക് എന്താ പറയാനുള്ളത്? ഒരു സെറ്റ് ആവുന്ന എനിക്ക് ഉറപ്പാണ്. ഫുൾ കോൺഫിഡൻസ്. അതെ അങ്ങനെ നമ്മൾ ഹിസ് ഹൈനസ് മഹാരാജാസ് എറണാകുളം ലോ കോളേജിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ മഹാരാജാസ് കോളേജും സെയിൻറ്റ് ട്രീസസ് കോളേജൊക്കെ സ്ഥിതി ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്താണ് ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ലൊക്കേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുപാട് വലിയ വലിയ അലുമിനീസൊക്കെ ഉള്ളൊരു വലിയ കോളേജ് തന്നെ ആയതുകൊണ്ട് ഈ കോളേജിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീൽ നമുക്ക് കിട്ടും. ഞങ്ങൾ എത്തിയത് വളരെ ലേറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് ഡയറക്റ്റ് കോൺഫറൻസിലേക്ക് ഞങ്ങൾക്ക് കയറേണ്ടി വന്നു. നമ്മൾ ആക്ച്വലി എറണാകുളം ലോ കോളേജ് വന്നിട്ടുണ്ട്. കോൺഫറൻസ് ആണ്. എൻ്റെ സിസ്റ്റൻ്റെ ലെബു എന്തിനും പറയും. ഗൈസ്, നമ്മളിവിടെ കട്ട്ലറ്റ് കഴിക്കാൻ പോവാണ്. കട്ട്ലറ്റും ചായയും കറക്റ്റ് കഴിയാനായപ്പോഴാണ് ഷാരി വന്നത്. കട്ട്ലറ്റ് കഴിക്കാൻ അത് കഴിഞ്ഞിട്ടാണ് പരിപാടി. അതെ, ചായ. Honestly, I'm very, very happy to see this kind of a hall here. I was expecting. Greetings, everyone. We are battling with acute extremities of weather. From NI judgment, I'm talking to the second point, a 3-judge bench of the Supreme Court, led by Chief Justice D.Y. Chandrachud, solutions. Through extensive research, the notion act of God was in real found to be the dumping excuse. This was me, Meha. I'm Hannah. I'm Sharon. Thank you. ഓക്കെ ഗൈസ്, സോ ആക്ച്വലി നമ്മൾ എറണാകുളം ലോ കോളേജിലാണ്. നമ്മുടെ പ്രസന്റേഷൻ കഴിഞ്ഞു. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. ആ പുള്ളിക്കാരനൊന്നും ചോദിച്ചില്ല. ശരിക്കും പ്രസന്റേഷൻ ചെയ്യുമ്പോൾ ഇത് എന്താണ് റിസൾട്ട് എന്ന് അറിയാത്തവർക്ക് പറയുകയാണെങ്കിൽ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ ഒരു ചോദ്യങ്ങൾ ചോദിക്കും. നമ്മളിപ്പോൾ പറയണം. അപ്പം നമ്മുടെ അത്രയും അതായിരുന്നു നമുക്ക് പേടി. ഞങ്ങൾക്ക് വെരി ബേസിക് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റി. കുഴപ്പമുണ്ടായില്ല, നന്നായിട്ട് ചെയ്യാൻ പറ്റി. സോ അത് ഞങ്ങളുടെ ആദ്യത്തെ ഒരു ഇവൻ്റാണ്. നല്ല കഷ്ടപ്പാടായിരുന്നു. റിസർച്ച് പേപ്പറൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള പിള്ളേർ നല്ല പാടാണ്. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഭയങ്കര വർത്ത് ഇറ്റ്. ഭയങ്കര അടിപൊളി. സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി ഗൈസ്. നമ്മളിപ്പോൾ ആക്ച്വലി കോളേജിൻ്റെ ഏതോ ഒരു പരിസരത്താണ്. എനിക്ക് ഏതാണെന്ന് അറിയില്ല. ഇവൻ ആക്ച്വലി ഈ കോളേജിൽ പഠിക്കുന്നത്. ഇവനാണ് ഞങ്ങളുടെ മാപ്പ്. പക്ഷെ ഇവൻ എനിക്കൊന്നും പറഞ്ഞു തരുന്നില്ല. സൽമാൻ, ഞങ്ങളുടെ പ്രസന്റേഷൻ എങ്ങനെയുണ്ടായി പറയാം? അടിപൊളിയായിരുന്നു. കാണണ്ടായിരുന്നു.
പെർഫോമൻസ് തന്നെ അടിപൊളിയായിരുന്നു. പറഞ്ഞു പറയിപ്പിക്കാൻ തോന്നത്തേ ഇല്ല. ഇപ്പോൾ നമ്മൾ കയറി ചെല്ലുന്നത് ഈ കോളേജിൽ തന്നെ ഹെറിറ്റേജ് ബിൽഡിംഗ് എന്നറിയപ്പെടുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയൊരു ആർക്കിടെക്ചറിലേക്കാണ്. പണ്ടത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിരുന്നു ഈ ഹാള്. അപ്പോൾ ഇപ്പോൾ ഇവിടെ മോക്ക് പാർലമെൻറ്റ്സും ഡിബേറ്റ് കോമ്പറ്റീഷൻസും മൂഡ് കോർട്ട് കോമ്പറ്റീഷൻസൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ് ഞങ്ങളവിടുത്തെ കോളേജിലൊരു ഞങ്ങൾക്കറിയുന്ന ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ആ റൂം തുറന്നു തരുമെന്ന് പറഞ്ഞിട്ട് ഓടിച്ചെല്ലുന്നതാണ് ഈ കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ലോ കോളേജിലെ ഒരു പാർലമെൻ്ററി ഡിബേറ്റ് സെഷൻ പോലത്തെ ഒരു സ്ഥലത്താണ്. നല്ല രസമുള്ളൊരു ഭയങ്കര ഹെറിറ്റേജ് ഉള്ളൊരു ആർക്കിടെക്ചറും ഭയങ്കര രസമാണ് ഇവിടെ നിൽക്കാൻ. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ക്ലൈമറ്റ് കൊള്ളാം. സോ ഈ സ്ഥലം നിങ്ങൾ ചിലപ്പോൾ കുറേ മമ്മൂട്ടിയുടെ ഒക്കെ ഒരു റീലുണ്ടായിരുന്നു. ഈ സ്ഥലം ഭയങ്കര അടിപൊളി സ്ഥലമാണ്. സോ യാ, ഇതും എറണാകുളം ലോ കോളേജിലെ ഒരു മുകളിലൊരു ഓഡിറ്റോറിയം എന്ന് പറഞ്ഞത്. അതിപ്പോൾ ഓപ്പൺ അല്ല, പക്ഷെ സ്റ്റേജ് ആൻഡ് ഓൺ. കേരളത്തിലെ ആദ്യത്തെ ലോ കോളേജാണ് എറണാകുളം ലോ. അപ്പോൾ ഭയങ്കര ഒരു നല്ല ഭംഗിയുണ്ട് കാണാൻ. സോ ഗൈസ്, നമ്മളിപ്പോൾ എറണാകുളം ലോ കോളേജിലാണ്. അവിടുത്തെ ജൂനിയർ പിള്ളേരാണത്. പേരൊക്കെ പറയും. എനിക്ക് നിങ്ങളുടെ കോളേജിനെ പറ്റി എന്താ പറയുന്നത്? കോളേജ് വളരെ നല്ല കോളേജാണ്, അഡ്മിഷൻ എടുക്കുന്നത് വരെ. അത് കഴിഞ്ഞിട്ടോ അത് അഡ്മിഷൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലീൻ എന്ന് പറയുന്ന എക്സാം എഴുതണം. അപ്പോൾ അത് ക്രാക്ക് ചെയ്താൽ നമുക്കൊരു ഗവൺമെൻറ് ലോ കോളേജ് അഡ്മിഷൻ കിട്ടുള്ളൂ. ബാച്ചിലർ ആമർ ക്ലിയർക്ക് വേണ്ടിയിട്ടൊരു എൻട്രൻസ് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേര് ലിറ്റിക്സ് എന്നാണ്. സോ ആർക്കെങ്കിലും ക്ലിയർ ചെയ്ത് ഇങ്ങനെ ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളത്ത് പഠിക്കണമെങ്കിൽ ലിറ്റിക്സിനെ കോൺടാക്ട് ചെയ്താൽ മതി. സോ യാ, ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളത്തിലേക്കുള്ള എൻ്റെ ആദ്യത്തെ വിസിറ്റായിരുന്നു ഈ വീഡിയോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ വളരെ ഹരിതാപവും പച്ചപ്പും ഊഷ്മളതയുള്ള ഒരു ചെറിയൊരു സ്ഥലമാണ് ഈ ലോ കോളേജ്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ എൻ്റെ ആദ്യത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതിൽ. ഈ യാത്രയിൽ എൻ്റെ കൂടെ നിങ്ങൾക്കും ഒരു പാർട്ടാവാൻ കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ ഇത്രയാണ് നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു.